കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി, മണിപ്പൂർ ഡയറിയുടെ സംവിധായകൻ മോശമായി പെരുമാറി തുടങ്ങിയവ ഉന്നയിച്ചുകൊണ്ടാണ് പരാതി. രാഗിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, ഈ സംവിധായകനെതിരെ ഉൾപ്പെടെ ഗൗരവമുള്ള പരാതിയാണോ? കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയാണ് എറണാകുളം സെൻട്രൽ പോലീസിനെ ഒരു പരാതിയുമായി സമീപിച്ചത്. ആ പരാതിയിൽ പ്രധാനമായും പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി ചിലർ, അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ മണിപ്പൂർ ഡയറിയുടെ സംവിധായകൻ മോശമായി പെരുമാറി തുടങ്ങിയ കാര്യങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു 0 FIR സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിന് VHP നേതാവായിട്ടുള്ള അനിൽ വിളയിലിനെ അടക്കം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് ലവ് ജിഹാദ് എന്ന ടേം ഉപയോഗിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി തന്റെ ഭർത്താവിനെതിരെ പ്രചരണം നടത്തി, അത് തനിക്കേറെ മാനഹാനി ഉണ്ടാക്കിയെന്നതാണ് അതിൽ പ്രധാനമായും പറയുന്നത്. ഇതോടൊപ്പം മണിപ്പൂർ ഡയറിയുടെ സംവിധായകൻ മോശമായി പെരുമാറി എന്ന കാര്യവും പറയുന്നുണ്ട്. അത് കേരളത്തിലല്ല ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഈ സുനോജ് മിശ്രയാണ് അതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ബോധ്യമാകുന്നത്. പോലീസ് അത്തരം വിവരങ്ങൾ കൈമാറുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വിവിധ വകുപ്പുകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസ്. ആ കേസിൽ 5ഓളം പേർ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഈ FIR മധ്യപ്രദേശ് പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യും. കാരണം പ്രധാനപ്പെട്ട ഇൻസിഡന്റ് നടന്നിരിക്കുന്നത് അവിടെ ആയതുകൊണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അത് പ്രായപൂർത്തിയായിട്ടില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് പോലീസ് നേരത്തെ കേസ് എടുത്തിരുന്നു. അതിനുശേഷം മധ്യപ്രദേശ് പോലീസ് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പശ്ചാത്തലം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ കൂടി ഈ ഒരു നിലയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി പെൺകുട്ടി സെൻട്രൽ പോലീസിനെ സമീപിച്ചത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒറ്റ കേസിലാണ് വൈറൽ പെൺകുട്ടിയുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.